ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ പുറത്ത് പറയുന്നതാണ്. എൻ്റെ പൈസ മാർക്കറ്റിൽ നിന്ന് ട്രാപ്പായി. എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ കണ്ടെത്തിയ സൊല്യൂഷനും പറയുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണും. സോ നമ്മളൊക്കെ സ്റ്റോക്ക് മേടിക്കുന്ന ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ 20-30% ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സിറ്റ് ആവാനാണ്. പക്ഷേ ചില സ്റ്റോക്കുകൾ അങ്ങനെ ആവില്ല. ചില സ്റ്റോക്ക് ഈ ടൈം ഗ്യാപ്പിൻ്റെ ഇടയിൽ 20-30% നെഗറ്റീവ് റിട്ടേൺസ് ആവും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ റിട്ടേൺസ് മാത്രമല്ല, നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരെ ആ മാർക്കറ്റിൽ ട്രാപ്പായി പോയി. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ചും ടൈമും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലായിട്ട് കൺവേർജ് ആയി പോകും. ലൈക്ക് നമ്മൾ ആ സ്റ്റോക്ക് എപ്പോൾ മുകളിലോട്ട് വരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള സൈക്കോളജി ഒരു ക്വസ്റ്റ്യൻ മാർക്കിലെത്തും. ലൈക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തോട്ട് വരും, ഈ സ്റ്റോക്ക് ഒന്ന് പ്രോഫിറ്റ് ആയ ശേഷം ബാക്കി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ. സോ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് കുറേ പ്രോഫിറ്റബിൾ ട്രേഡ്സ് ആണ് മിസ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടും ഇതുപോലത്തെ ഒരു സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അത് ഞാൻ മേടിച്ച അന്ന് മുതൽ അതിൻ്റെ റിട്ടേൺസ് നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ നോക്കുമ്പോഴും എൻ്റെ കണ്ണ് എങ്ങനെയായാലും അതിലോട്ട് പോകും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് സ്റ്റോപ്പ് ലോസ്. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ട്രെൻഡിൽ അഥവാ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ ലോസിൽ നമുക്ക് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നത്. സോ അതിനുശേഷം ഞാൻ ഏത് ട്രേഡ് എടുക്കുമ്പോഴും സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം ഓർക്കാറുണ്ട്. നിങ്ങൾക്കും അതുപോലെ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ അതിൽ ചെയ്യാം.